ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേൺ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995, 8086799992. ജർമ്മൻ സംഘം കലാമണ്ഡലത്തിൽ കേരളീയ കലകൾ കണ്ട് മതിമറന്നു. 33 അംഗ സംഘത്തിനു മുന്നിൽ 21 കലാകാരികൾ എൻ്റെ കേരളം നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. ജർമ്മനിയുടെ ഹൃദയത്തിൽ നിന്നും 7ാം കടൽ കടന്നെത്തിയ 33 അംഗ വിദേശ പ്രതിനിധി സംഘം കേരളത്തിന്റെ തനിമയാർന്ന നൃത്തരൂപങ്ങൾ കണ്ട് വിസ്മയിച്ചു. കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ അരങ്ങേറിയ എൻ്റെ കേരളം എന്ന നൃത്താവിഷ്കാരമാണ് വിദേശികളെ ആകർഷിച്ചത്. കേരളത്തിലെ പ്രശസ്ത കവികളുടെ വരികൾക്ക് ദൃശ്യാവിഷ്കാരം നൽകിയ ഈ പരിപാടിയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടൻതുള്ളൽ എന്നീ കലാരൂപങ്ങൾ കോർത്തിണക്കിയിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം കലാമണ്ഡലത്തിലെ പഠന കളരികളും ക്ലാസുകളും നേരിൽ കണ്ടു. 21 പെൺകുട്ടികൾ അണിനിരുന്ന നൃത്തവിരുന്ന് കൺകുളിർക്കെ കണ്ട ആസ്വാദകർ കലാകാരികൾക്കും അധ്യാപകർക്കും നന്ദി അറിയിച്ചു. ഈ മാസം 3-ന് ജർമ്മനിയിൽ നിന്നും യാത്ര തിരിച്ച സംഘം ഡൽഹി, ആഗ്ര, കൊച്ചി എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് കലാമണ്ഡലത്തിലെത്തിയത്. തൃശൂർ സ്വദേശിയും ജർമ്മനിയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഫാദറുമായ ജോൺ പോളിന്റെ നേതൃത്വത്തിലാണ് സംഘം കേരളത്തിലെത്തിയത്. കേരളത്തിന്റെ തനിമയെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കേരളത്തിന്റെ തനത് കലകളെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് പരിചയപ്പെടാനും ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ 33 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തുകയും എൻ്റെ കേരളം എന്ന ഈ പരിപാടി കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെതായ എല്ലാ തനത് കലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മനോഹരമായ ഈ നൃത്തരൂപം വിദേശികളായ ജനങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പത്ത് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷമാണ്. ഇത്തരം ഈ പരിപാടി, ഇന്നത്തെ ഈ എൻ്റെ കേരളം എന്ന പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി. കേരളത്തിൻ്റെ തനത് സാംസ്കാരികമായിട്ടുള്ള ഈ നൃത്ത രൂപങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും പ്രത്യേകം നന്ദി. വിവിധ ആരാധനാലയങ്ങളും സന്ദർശിച്ച ശേഷം സംഘം 17-ാം തീയതി മടങ്ങും. ന്യൂസ് ഡെസ്ക് CCV.